ശ്രീ ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ ഇക്ക, താൻ എൻ്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ? ഹലോ രേണുസുതി ദിവസവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ബിഗ് ബോസിൽ പോകുന്നതിൻ്റെ മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് വീണ്ടും രേണുസുതി സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു രേണുസുതിയുടെ വീട്. ബിഗ് ബോസിൽ പോയപ്പോൾ ആ ഒരു സാധനമൊക്കെ കെട്ടടങ്ങി എന്ന് വിചാരിച്ചെങ്കിലും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ശാരിക, ബിഗ് ബോസിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ് ശാരിക ഈ വീട് ഇഷ്യൂ വീണ്ടും എടുത്തിട്ടതോടെ വീണ്ടും ഈ വീട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഫിറോസ്, അതായത് ഈ വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി രേണുസുതിയുടെ ഏതോ ഒരു വീഡിയോയുടെ താഴെ ചെന്നിട്ടൊരു കമൻറ്റാണ്. അതായത് രേണുസുതി ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കാം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ എങ്ങാണ്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പോയിട്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വല്ല തീരുമാനവും എടുക്കുവാണെങ്കിൽ ആ വീട് തിരിച്ച് തന്നേക്കണം, നമുക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിൽ. അതിന് രേണുസുതി കൊടുക്കുന്നൊരു മറുപടി. അല്ല, ശ്രീ ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ ഇക്ക, താൻ എൻ്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ? ഇല്ലല്ലോ. എൻ്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേട്ടൻ്റെ 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? ഈ ഒരു ചോദ്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. രേണുസുതി കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും ഫിറോസ് എന്ന വ്യക്തിക്ക് എന്താണ് പ്രശ്നം? രേണുസുതി കല്യാണം കഴിക്കുക എന്നുള്ളത് രേണുസുതിയുടെ മാത്രം കാര്യം. വിധവയായ ഒരു സ്ത്രീ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടില്ല ഫിറോസിക്ക. പിന്നെ ഫിറോസിക്ക് എന്താണ് ഫിറോസിക്കയുടെ പ്രശ്നം? പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊരു സാധനം, അതായത് നിങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു സാധനം ഒരു പ്രശ്നം നടക്കുമ്പോൾ തിരിച്ച് ചോദിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. ഇന്ന് തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുതിയുടെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എൻ്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കമന്റാണോ താൻ ഇടുന്നത്? അതെ, ഞാൻ കല്യാണം കഴിച്ചില്ല, അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല, കേട്ടല്ലോ. അതത്രേ ഉള്ളൂ. രേണുസുതി കല്യാണം കഴിക്കുന്നതും കല്യാണം കഴിക്കാതിരിക്കുന്നതും രേണുസുതിയുടെ കാര്യം. അതിൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു കമൻ്റ് ഇട്ടതിന് ശേഷം ഫിറോസിക്ക എന്ന് പറയുന്ന വ്യക്തി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കമന്റ് തന്നെയാണ് അത്. ഞാൻ ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന്റെ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്നത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവര് ഫാന് പൊട്ടി വീണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാൻ താഴെ വീണെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു വരും. അതിനെ വിളിച്ചു നമ്മളെ, അത് പോയി ശരിയാക്കി കൊടുത്ത്. വാഷ് ബേസിന്റെ മേലെ ചാടി കളിച്ച് വാഷ് ബേസും വീണു. പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് ചെയ്തിട്ട് ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി. പിന്നെ അപ്രൂവലിനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അപ്രൂവൽ എടുത്തു കൊടുക്കാൻ ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അത് കൂടാതെ പിന്നെ ഒരു ചാനൽ, എനിക്ക് ഏതോ ഓൺലൈൻ മീഡിയയാണ്, അവരെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിനിട്ട് തോന്നാം. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ അവരെ വെച്ച് നടത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ അവരോട് രേണുവിൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട്, അവർക്കത് സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട്, ഓൺലൈൻ മീഡിയ ഒന്നും ലോക്കൽ ഓൺ മീഡിയ ഒന്നും അല്ല കേട്ടോ, നല്ല ഏതോ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർക്കുന്നില്ല കറക്റ്റായിട്ട് അവരുടെ പേര്. അവരോട് രേണുവിൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് 15,000 രൂപ വേണം, എന്നാലേ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി അത് നമ്മളെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ അതും കൂടെ ചിന്തിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ വീഡിയോ വെറും ഒരു
നന്മ അല്ലെങ്കിൽ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്തത്. എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഇത് മുൻപ് ഈ വിഷയം വന്നപ്പോഴും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് പരസ്പരമുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയെന്നുള്ളത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു വീടുണ്ടാക്കി കൊടുത്തു എന്ന് കരുതിയിട്ട് അവിടെ എന്ത് പ്രശ്നം വന്നാലും അത് ഇവർ നന്നാക്കി കൊടുക്കണം എന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയല്ല. നമ്മൾ താമസിക്കുന്ന ഒരു വീട് ഒരാൾ നമുക്ക് ദാനം തന്നതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണം, അതായത് മാറ്റിയെടുക്കണം. അതിന് ഇവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഫ്ലക്സ് അടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാനും പൈസ കൊടുക്കാതെ ആ പൈസ എടുത്തിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കൂടെ വിനിയോഗിക്കുന്നു. അതാണ് ആക്ച്വലി ഇതിൽ നടക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം ചെയ്യും, നമുക്കൊരു മൈലേജ് കിട്ടുകയും ചെയ്യും. അതിലുള്ള കാര്യം തുറന്നു വന്നുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർ ഈ 15,000 രൂപ ഇതിന് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച് ടീം പറഞ്ഞു എനിക്ക് അവർ 15,000 രൂപ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങളിൽ പൈസ നിങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവർ നിരന്തരമായിട്ട് എത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റും അത്രത്തോളം അവർ അപമാനിച്ചിട്ടുള്ളതാണ്. ഇവർ ഈ പുറത്തെ കാര്യങ്ങൾ, വീടിന്റെ പുറത്തെ കാര്യങ്ങളല്ല പറയുന്നത്. അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് അയക്കാൻ പറ്റുമോ? നമ്മൾ ആ ഷീറ്റ് അവർ പ്രശ്നം വന്നിട്ട് മഴച്ചാറ്റില് ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വർക്കേഴ്സ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിന്റെ ഉള്ളൊക്കെ അവർ കൊണ്ടു നടക്കുന്നത്. പുറത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ. പ്ലാസ്റ്ററിങ് അവിടെ ഇവിടെയൊക്കെ ഇളകി പോയി എന്ന് പറഞ്ഞിട്ട് അതെന്തെങ്കിലും ആവട്ടെ. ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെ കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആസ് യൂഷ്വൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ്, വാടക വീട് എടുത്ത് പോവുകയാണ്, ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്, വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് രേണു പറയുന്നുണ്ട്. കുറെ ന്യൂസിലുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തത്. കോണ്ടന്റ് എന്താണെന്ന് നോക്കാതെ എങ്ങനെയാണ് ഒരാളുടെ കൊണ്ടുപോയിട്ട് കമൻ്റ് ഇടുക? എനിക്കതാണ് മനസ്സിലാകാത്തത്. ഈ ഒരു കാര്യത്തിൽ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു. കാരണം കോണ്ടന്റ് എന്താണെന്ന് നോക്കാതെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കമൻ്റ് ഇടുമോ? എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഇടുന്നുള്ളത്. പിന്നെ ഇമോഷൻസ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് ആ ചെയ്തു കൊടുത്തത് ഒന്നും അല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയെ, അതുപോലെ ആ പ്രവൃത്തി മൂലം തനിക്കുണ്ടായ ബിസിനസ് പരമായ നഷ്ടങ്ങളെ ഒക്കെ വെച്ചിട്ട് ആളിങ്ങനൊരു കമൻ്റ് ഇട്ടു, സമ്മതിച്ചു. പക്ഷേ കോണ്ടന്റ് എന്താണെന്ന് നോക്കാതെ കമൻ്റ് ഇട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. എന്തോ എനിക്കത് അത്ര വിശ്വാസമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണത്. നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഒരു ഒറ്റമുറിയുള്ള ഒരു വീട് ഉണ്ടാക്കി തന്നാൽ മതി, ഒരു മുറിയുള്ള വീട് മതി, അല്ലെങ്കിൽ അതിന്റെ പകുതി പൈസക്ക് ഒരു വീട് ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം, ഒരു കംപ്ലൈന്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ. അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ചു വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല. അത് ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അവര് സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആ വീട് തിരിച്ചു തരാം. ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല. ഈ വീട് അലമ്പ് വീടാണ്, കച്ചറ വീടാണ്, മൊത്തം ഡാമേജ് ആണ്, ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നൂടെ? നമ്മളത് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുത്തോളാം. അത്രേ ഉദ്ദേശമുള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അവരിനിയിപ്പോ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം, നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക്, എന്നെ സംബന്ധിച്ചോളം വിധിക്ക് അറിയാലോ, ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ്. എൻ്റെ ബിസിനസ്സിനെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റി ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ്. രേണുസുതി ഈ ചെയ്തത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഒരു വീട് ഒരാൾ ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറഞ്ഞ് അയാളെ മാക്സിമം അങ്ങ് തളർത്തുക. അപ്പോൾ ഒബ്വിയസ്ലി ആർക്കാണേലും ദേഷ്യം വരും. അങ്ങനെ ഇട്ട ഒരു കമൻ്റാണ് ഇത്. പക്ഷെ വീഡിയോ മാറിപ്പോയെന്ന് മാത്രം. അത്രേ ഉള്ളൂ. ശരി എന്നാൽ.